പൊതുവെ കേരളത്തിൽ സമാധാനപരമായിട്ടാണ് പോളിംഗ് നടന്നത്. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു സംഭവത്തിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ BJP മണ്ഡലം കമ്മിറ്റി അംഗം സുരേഷ് കളപ്പേരിക്ക് കുത്തേറ്റു എന്ന വാർത്ത വരുന്നു. CPM പ്രവർത്തകൻ സലൂഷൻ നേതൃത്വത്തിലാണ് അക്രമം നടന്നതെന്നാണ് BJP ഉന്നയിക്കുന്ന ആരോപണം. അക്രമത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നാണ് പക്ഷേ പോലീസ് പറയുന്നത്. തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഈ കുത്തേറ്റത്തിന്റെ സാഹചര്യം, അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ കുത്തേറ്റയാളിന്റെ പറയൂ, ഇതിലെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? കക്ഷി രാഷ്ട്രീയം വെച്ചിട്ടാണോ ഈ കത്തിക്കുത്ത് നടന്നത്? ഒരിക്കലുമല്ല എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് അത്തരത്തിലൊരു വിശദീകരണമാണ് നൽകുന്നത്. പക്ഷേ BJP ഈ സലോഷന് CPIM ബന്ധം ആരോപിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള CPIM ബന്ധവുമില്ല. മദ്യപിച്ചുണ്ടായ തർക്കമാണ്. ഇത്തരത്തിലൊരു വ്യക്തിവൈരാഗ്യം ഈ സലോഷന് ഈ കുത്തിയ ആളുമായിട്ടുണ്ടായിരുന്നു, സന്തോഷമായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. BJPയുടെ മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹിയാണ് അദ്ദേഹം. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. വഴിയരികിൽ വെച്ചാണ് ഈ സംഭവം നടന്നതെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും BJP പ്രവർത്തകർ ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൈക്കും വയറിനുമൊക്കെ ചെറിയ തോതിൽ കുത്തേറ്റിട്ടുണ്ട്. പക്ഷേ ആരോഗ്യനിലയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസ് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, രാഷ്ട്രീയ കാരണങ്ങളല്ല, അത്തരത്തിലൊരു വിഷയങ്ങളോ ആ മേഖലയിലില്ല, തീർത്തും വ്യക്തിവൈരാഗ്യമാണ്, മദ്യപിച്ചുണ്ടായ തർക്കമാണ് എന്നാണ് പോലീസിന്റെ ഒരു വിശദീകരണം. എന്തായാലും ജീവന് ഭീഷണിയൊന്നുമില്ല ഈ സന്തോഷമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. പ്രതിക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.